ശരണ്യ, ശരി. ഇപ്പോൾ വേടനെ വൈറ്റിലയിലെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്ളാറ്റിൽ നിന്നാണ് വേടന് സുഹൃത്തുക്കളും കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവരെ പിടികൂടിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഫ്ളാറ്റിലേക്ക് ഇപ്പോൾ വീണ്ടും വേടനെ എത്തിച്ച് തെളിവെടുക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ തൽക്കാലം ഈ കഞ്ചാവ് കേസിൽ വേടന് വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. പുലി പല്ല് ഉപയോഗിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള തെളിവെടുപ്പുകൾ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്പം മുമ്പാണ് വേടനെ വൈറ്റിലയിലെ ഫ്ളാറ്റിലേക്ക് എത്തിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നവമി, വിവരങ്ങൾ. നവമി. രഞ്ജിത്ത്, ഇപ്പോൾ വേടനെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 6-ാം നമ്പർ ഫ്ളാറ്റിലെ 6-ാം നമ്പർ മുറിയിൽ വെച്ചായിരുന്നു ഇന്നലെ വേടനെയും സുഹൃത്തുക്കളെയും കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടെ പിടികൂടിയത്. പിന്നീട് വേടന്റെ കഴുത്തിൽ നിന്നും ഈ മാലയിൽ പുലിപ്പല്ല് കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ മുമ്പാണ് വേടനെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയത് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ. എന്തായാലും വേടൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തിന് നാളെ പുതിയൊരു ആൽബം റിലീസാണ്, അതെല്ലാവരും കണ്ട് പിന്തുണ നൽകണമെന്ന് മാത്രമാണ് വേടൻ പറഞ്ഞതിന് ശേഷം മുകളിലേക്ക് പോയത്. ഇത് പുലിപ്പല്ലാണോ ഒറിജിനൽ ആണോ എന്ന ചോദ്യത്തിന് ഒരു ചിരിയോടുകൂടിയുള്ള മറുപടി മാത്രമേ തന്നുള്ളൂ. ഇത് തന്ന രഞ്ജിത്ത് കുമ്പിടി എന്നൊരാളെ അറിയാമോ എന്ന് ചോദിച്ചപ്പോഴും ഒന്നും പറയുന്നില്ല. അങ്ങനെ കയറിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു വേടൻ്റേത്. എന്തായാലും ഇപ്പോൾ തെളിവെടുപ്പിനായാണ് ഇപ്പോൾ ഫ്ളാറ്റിലേക്ക് കൊണ്ടുവന്നത്. വനംവകുപ്പിന് 2 ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് വിട്ടു നൽകുന്നത്. ഇതിൽ പ്രധാനമായും വനംവകുപ്പ് കണ്ടെത്തുന്നത് ഈ പുലിപ്പല്ല് അത് ആരാണ് നൽകിയെന്നാണ്. അതൊരു ആരാധകനാണ് നൽകിയതെന്നായിരുന്നു വേടൻ പറഞ്ഞത്. ഒരു രഞ്ജിത്ത് കുമ്പിടി എന്നുള്ളൊരു വ്യക്തി, അയാളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണവും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഒപ്പം ഈ മാല, ഈ ലോക്കറ്റായിട്ടായിരുന്നു ഈ പുലിപ്പല്ല് ഉണ്ടായിരുന്നത്, കഴുത്തിൽ ധരിച്ചിരുന്നത്. അതിൽ സ്വർണ്ണമാലയിൽ കൊരുത്ത രീതിയിലായിരുന്നു. ആ സ്വർണം ഉണ്ടാക്കിയത് തൃശ്ശൂരിലുള്ളൊരു ജുവല്ലറിയിൽ നിന്നാണെന്ന് വേടൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ ആ ജുവല്ലറിയിൽ കൊണ്ടായിരിക്കും തെളിവെടുക്കുക. ഇത് പുലിപ്പല്ലായിരുന്നു എന്ന് തനിക്ക് അറിയില്ല എന്നായിരുന്നു നേരത്തെ കോടതിയിലടക്കം വേടൻ മൊഴി നൽകിയത്. ഒപ്പം ഈ ലഹരി ഉപയോഗിക്കുന്നതിനെ പറ്റി താൻ സിഗരറ്റ് ഇങ്ങനെ പുകവലിക്കും, ഒപ്പം കള്ളു കുടിക്കും, അതെല്ലാവർക്കും അറിയാമെന്ന് കൂടി വേടൻ കോടതിയിൽ മൊഴി നൽകുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. എന്തായാലും ഇപ്പോൾ ചോദ്യത്തിന് വേടൻ മറുപടി നൽകിയത് തന്റെ നാളെ പുതിയൊരു ആൽബം റിലീസ് ആവുന്നുണ്ട്, അതെല്ലാവരും കണ്ട് പിന്തുണ അറിയിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ട് വേടൻ അകത്തേക്ക് പോയത്. ശരി നവമി, ഏതായാലും തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. അത്ര സുഖകരമല്ല വേടന് കാര്യങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ.